ഗുഡ് മോർണിംഗ്. ഇന്ന് ആക്ച്വലി വെനസ്ഡേ ആണ്. എനിക്ക് ഓഫുള്ള ദിവസമൊന്നുമല്ല. ബട്ട് ഐ ഡിഡ്ന്റ് ഫീൽ ലൈക്ക് ഗോയിങ്. നമുക്ക് ചില സമയത്തൊക്കെ ഇങ്ങനെ അയ്യോ ഒന്ന് വീട്ടിലിരിക്കാൻ തോന്നില്ല. സത്യം പറഞ്ഞാൽ എനിക്ക് വെനസ്ഡേ ഒക്കെ ആകുമ്പോഴത്തേക്കും എനിക്ക് മടുക്കും. ആൻഡ് ഐ ഡിഡ്ന്റ് ഗോ ടുഡേ. ബട്ട് വി ഹാവ് സം അതർ പ്ലാൻസ്. നമ്മൾ കർട്ടൻ വാങ്ങാൻ പോവാണ്. കർട്ടൻ ഉണ്ട്, പക്ഷെ അതിൻ്റെ കമ്പിയില്ല. So we're gonna place a curtain here to make my കുഞ്ഞു library look so aesthetic. അപ്പോൾ come on. പണിപാളി ഗൈസ്, കർട്ടൻ്റെ സൈസ് മാറിപ്പോയി. എൻ്റെ പ്ലാൻ എല്ലാം ഫ്ലോപ്പായി. ഞാൻ ആക്ച്വലി റെഞ്ചേച്ചിൻ്റെ വീട്ടിൽ അങ്ങോട്ട് പോയി സർപ്രൈസ് ചെയ്യാനിരുന്നതാണ്. കഷ്ടകാലത്തിന് റെഞ്ചേച്ചിക്ക് ഇപ്പം തന്നെ തന്തൂരി ചിക്കൻ കഴിക്കണം. അപ്പോൾ റെഞ്ചേച്ചി ഇങ്ങടേക്ക് വരുന്നുണ്ട്. അപ്പോൾ വീട്ടിൽ തന്നെ സെറ്റപ്പാക്കാമെന്ന് വിചാരിച്ചു. ഓ മൈ ഗോഡ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ബർത്ത്ഡേ പാർട്ടിയല്ലേ കുറേ പേരുണ്ടാവില്ലേ ഇന്ന്. നോ, ഞങ്ങൾ ആക്ച്വലി 2 പേരാണുള്ളത്. ഞാനും പിന്നെ എൻ്റെ ഫ്രണ്ട് പ്രത്യുഷും. ലൈക്ക് ഞങ്ങൾക്ക് 3 പേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും അറിയാം. പിന്നെ വേറെ അങ്ങനെ ഫ്രണ്ട്സ് അങ്ങനെ ഇല്ല. ബിക്കോസ് ഇപ്പോൾ എന്നെപ്പോലെ തന്നെ രഞ്ജേച്ചിയും ഭയങ്കര കൺസേർവ്ഡ് ആയിട്ടുള്ളൊരു പേഴ്സണാണ്. ലൈക്ക് ഞങ്ങൾ വളരെ കുറച്ച് ഫ്രണ്ട്സ്, ആ ഒരു ഇത് മാത്രമേ ഞങ്ങൾ രണ്ടുപേരുടെ സ്വഭാവത്തിലുള്ളൊരു സാമ്യതയാണത്. അപ്പോൾ 2 പേര് ഉള്ളൂ. കാരണം കൂടുതൽ ആൾക്കാരെ വിളിച്ച് ആ ഒരു ലൈക്ക് ഒരു ഇത് കളയണ്ട എന്ന് ഞാൻ വിചാരിച്ചു. ഈവൻറ്റ്സ് ഓർഗനൈസ് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ലൈക്ക് ഭയങ്കര എക്സൈറ്റഡ് ആവും ഞാൻ. പക്ഷേ എനിക്കിത് രാവിലെ തൊട്ട് ഈ പരിപാടി തുടങ്ങിയാൽ കൊള്ളാമെന്നുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് സ്കൂൾ കഴിഞ്ഞ് ഞാൻ ഓടി വന്ന് ചെയ്യുകയാണ് ചെയ്ത കാര്യങ്ങളൊക്കെ. അതുകൊണ്ടാണ് ഞാൻ പ്രത്യുഷിൻ്റെ ഹെൽപ്പ് സീക്ക് ചെയ്തത് ഇത് ചെയ്യാനായിട്ട്. Happy birthday to you. Okay, stop. ഓരോ ആചാരങ്ങൾ. Happy birthday to you. Happy birthday to you. Happy birthday to dear ചേച്ചി. Happy birthday to you. May the good God bless you. സീരിയസ്ലി വെറുതെ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോണു ഗൈസ്.
സോ ഞങ്ങൾ 3 പേരും ഫുഡ് കഴിക്കാൻ പോവാണ്. ഞാൻ പൊതുവേ ജർമ്മനിയിൽ എത്തിയിട്ട് ആകെ പുറത്ത് പോയി ഒരു തവണ ഫുഡ് കഴിച്ചിട്ടുള്ളൂ. ബിക്കോസ് ഞാൻ ഭയങ്കര സോഷ്യലി ആൻഷ്യസ് ആയിട്ടുള്ളൊരു പേഴ്സണാണ്. ഞാൻ പുറത്ത് പോയി ഈറ്റിംഗ് ഔട്ട് എനിക്ക് ഭയങ്കര കുറവാണ്. ഞാൻ വീട്ടിൽ തന്നെ ഇരുന്നാണ് ഫുഡ് കഴിക്കാറ്. എനിക്ക് അതാണ് എൻ്റെ കംഫർട്ട് സ്പേസ് ആയിട്ടുള്ളത്. പക്ഷേ ചേച്ചിയുടെ ട്രീറ്റ് തരാം എന്ന് പറഞ്ഞപ്പോൾ നമുക്ക് ഒരിക്കലും നോ പറയാൻ പറ്റില്ലല്ലോ. ആൻഡ് ഐ വാസ് സോ ഹാപ്പി ലൈക്ക് ദിസ് ഹാപ്പൻഡ്. ഞാൻ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ആൻഡ് ഐ വാസ് ലൈക്ക് ഐ വാണ്ടഡ് ടു ഷെയർ സംതിങ്. ഇന്നലെ ഞാൻ റെജിൻ ചേച്ചീനെ ഒന്ന് വിഷ് ചെയ്യുമോ, ഒന്ന് ലൈക്ക് എന്താ പറയുക, ഞാൻ ഒന്നും പറഞ്ഞിട്ടില്ല. ചേച്ചിയുടെ ബർത്ത്ഡേ ആണോ ഒന്നും പറഞ്ഞിട്ടില്ല. ആൻഡ് നിങ്ങൾ കാണുന്ന വീഡിയോയിൽ ചേച്ചി ഹാളിലേക്ക് കയറി വരുന്നതാണ് കാണുന്നത്. അപ്പോൾ ഹാൾവേയിൽ, അതായത് വാതിൽ തുറന്നപ്പോഴേ ഞാൻ ചേച്ചിനോട് ഭയങ്കര അഭിനയമായിരുന്നു. എന്താ ചേച്ചി ഇന്ന് പെട്ടെന്ന് നിങ്ങോട് വരാൻ കാരണം, ഐ മീൻ തന്തൂരിയൊക്കെ കഴിക്കാൻ കാരണം എന്താണ്, ലൈക്ക് എന്തെങ്കിലും സ്പെഷ്യൽ ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഷി വാസ് ലൈക്ക് എന്താ ഇല്ല ഒന്നുമില്ല അങ്ങനെ ചേച്ചി പറഞ്ഞു. ബിക്കോസ് ഷീ നോ ദാറ്റ് ലൈക്ക് വൺ ഷീ ലൈക്ക് ടെൽ us that ഓക്കെ ഇന്ന് എൻ്റെ ബർത്ത്ഡേ ആണ്. ഷീ നോ ദാറ്റ് ഇറ്റ്സ് ലൈക്ക് ഗണ ഗെറ്റ് എ പ്രഷർ ഓൺ മീ. അപ്പോൾ എനിക്കൊന്ന് വാങ്ങി തരാൻ പറ്റില്ലല്ലോ എന്നുള്ളത്. സി ദാറ്റ്സ് ദ ക്വാളിറ്റി ഓഫ് ദാറ്റ് പേഴ്സൺ എന്ന് പറയുന്നത്. ആൻഡ് ലൈക്ക് ഈവൻ വിത്തൗട്ട് എന്താ പറയുക, ഞാൻ വിഷ് ചെയ്യാതിരുന്നിട്ട് പോലും അന്ന് രാവിലെ, ബർത്ത്ഡേ അന്ന് രാവിലെ ഷി ടോൾഡ് മീ ലെറ്റ്സ് ഗോ ആൻഡ് ഈറ്റ് സംവെയർ ഔട്ട്. അപ്പോൾ ഞാനിങ്ങനെ വിചാരിക്കും, ലൈക്ക് ഞാൻ ആസ് എ പേഴ്സൺ ആണെങ്കിൽ ഇഫ് സമൺ ഈസ് നോട്ട് ഈവൻ വിഷിങ് മീ, ഐ വിൽ നെവർ ഫീൽ ലൈക്ക് എന്താ പറയുക, ഞാൻ എന്തിനു എന്നെ വിഷ് പോലും ചെയ്യാത്ത ആളുടെ അടുത്ത് ഞാൻ എന്തിനു പോയിട്ട് പുറത്തുപോയി ഫുഡ് അവൾക്ക് വാങ്ങിച്ചു കൊടുക്കണം എന്ന് വിചാരിക്കും. സോ ഷീ വാസ് ലൈക്ക്, ഞാൻ ചോദിച്ചു ലൈക്ക് ചേച്ചി ലൈക്ക് വൈ, ലൈക്ക് ഐ ഡിഡ്ന്റ് ഈവൻ വിഷ് യു ആൻഡ് യു ഡിഡ്ന്റ് know that I arranged something like this. So why did you even invite me to go out? And she was like, like I just felt so. So that is some kind of quality that I have to learn from people around me. Because ഞാൻ ഭയങ്കര എന്താ പറയുക റെസിലിയൻ്റ് ആയിട്ടുള്ളൊരു വ്യക്തിയാണ്. ആൻഡ് ഐ എം ടു സെൻസിറ്റീവ്. ആൻഡ് ഐ എം സോ ഹാപ്പി ദാറ്റ് ലൈക്ക് around a lot of snakes around me, I got to find some gems like her. So yeah, time is ഒരു 12 മണിയായിട്ടുണ്ടാവും. ചില സമയത്ത് നാളെ ലീവാണെന്ന് അറിയുമ്പോൾ പെട്ടെന്ന് എനിക്ക് ഭ്രാന്ത് കയറും റൂമിൻ്റെ അറേഞ്ച്മെൻറ്റ്സ് മാറ്റാൻ. അപ്പം ഞാൻ ഏകദേശം ബെഡൊക്കെ മാറ്റിക്കൊണ്ടിരിക്കുക. ഐ ഫീൽ ലൈക്ക് മൈ റൂം ഇസ് റിയലി എന്താ പറയുക, അത്യാവശ്യം സ്പേസ് ഉണ്ട്, ബട്ട് ഇറ്റ് ഡസൻറ്റ് ഫീൽ ലൈക്ക് കുറേ സ്പേസ് ഉള്ളതല്ലോ ബിക്കോസ് ദർ ഇസ് ലോട്ട് ഓഫ് ഫർണിച്ചേഴ്സ്. അപ്പോൾ നല്ല രീതിയിൽ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇറ്റ് വിൽ ഫീൽ മോർ സ്പേഷ്യസ് നാ. അപ്പോൾ ഞാൻ വിചാരിച്ചു അങ്ങനെ ചെയ്യാമെന്ന്. ലെറ്റ്സ് ലുക്ക്. ഓഫ് ഇന്ത്യയുടെ പ്രാന്തായിരുന്നു എനിക്ക്. ആക്ച്വലി എൻ്റെ റൂമിന് അത്യാവശ്യം നല്ല സ്പേസ് ഉണ്ട്. ഈ ഫോണിൽ കാണുമ്പോഴാണെങ്കിലും നേരിട്ട് കാണുകയാണെങ്കിലും സ്പേസ് ഉള്ള പോലെ തോന്നുന്നില്ല. ബിക്കോസ് ആ റൂമിനെ ഭയങ്കര ശ്വാസം മുട്ടിക്കുന്ന പോലത്തെ രീതിയിലാണ് ഞാൻ ഫേർണിച്ചേഴ്സ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സെറ്റാക്കി. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഓക്കെ എല്ലാം റീഅറേഞ്ച് ചെയ്യാമെന്ന് വിചാരിച്ചു. പിന്നെ അത് ഞാൻ എപ്പോഴും ചെയ്യുന്നൊരു പരിപാടിയാണ്. ആൻഡ് എനിക്ക് പെട്ടെന്ന് ബോറടിക്കും ലൈക്ക് ഒരേ സാധനം കുറേ കാലം വെച്ച് കഴിഞ്ഞാൽ. സോ കുറച്ചും കൂടെ ബ്രിത്തിയർ ആയിട്ടുള്ള ഒരു ഏരിയ റൂമിന് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ റൂം കുറച്ച് സ്പേഷ്യസ് ആക്കാൻ വേണ്ടിയിട്ട് സാധനങ്ങളെല്ലാം രാത്രി 12 മണിയെങ്കിൽ 12 മണി എല്ലാം മാറ്റാമെന്ന് ഞാൻ വിചാരിച്ചത്. എൻ്റെ ബെഡ് ഭയങ്കര വലുതായിരുന്നു. സോ ഇങ്ങനെ മൂവ്മെൻ്റ് ഒന്നും കാര്യമായിട്ട് റൂമിൽ നടക്കുന്നില്ലായിരുന്നു. ആൻഡ് കഴിഞ്ഞ ദിവസം ലൈക്ക് അനുചേച്ചി ആണെങ്കിലും ഷിനി ചേച്ചി ആണെങ്കിലും ഒക്കെ വന്നപ്പോൾ ലൈക്ക് അവർ ഭയങ്കരമായിട്ട് ലൈക്ക് അവർക്ക് ഇങ്ങനെ മേക്കപ്പ് ചെയ്യാനും അങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും അവർക്ക് ഭയങ്കര കൺജസ്റ്റഡ് ആയ പോലെ എനിക്ക് തോന്നി. അപ്പം തൊട്ട് ഞങ്ങൾ വിചാരിക്കുന്നതാണ് എങ്ങനെ സ്പേഷ്യസ് ആക്കാം എന്നുള്ളത്. ആൻഡ് ഐ വാസ് ആക്ച്വലി ലൈക്ക് എന്താ പറയുക ഓവർവെൽംഡ് ആയിപ്പോയി. ഓവർവെൽംഡ് എന്ന് പറയാൻ പറ്റില്ല, ഭയങ്കര സർപ്രൈസ്ഡ് ആയിപ്പോയി ലൈക്ക് ഹൗ ഇറ്റ് ടേൺഡ് ഔട്ട്. കാരണം ഇത്രയും സ്പേസ് എൻ്റെ റൂമിനുണ്ടായിരുന്നു എന്ന് എനിക്കറിയില്ലായിരുന്നു. ആൻഡ് ഐ ഫെൽറ്റ് വെരി ബാഡ് ഫോർ മൈസെൽഫ് ഫോർ നോട്ട് ഡൂയിങ് ദിസ് ഏർലിയർ ബിക്കോസ് ഇപ്പോൾ ഒത്തിരി സ്പേസ് ഉണ്ട് റൂമിന്. സോ അപ്പോൾ എനിക്ക് മനസ്സിലായി ഇറ്റ്സ് നോട്ട് അബൌട്ട് ദ ഏരിയ ഓർ ദ ലൈക്ക് സ്ക്വയർ മീറ്റർ ഓഫ് യുവർ റൂം ബട്ട് ഹൗ അറേഞ്ചിങ് ഇറ്റ് പ്രോപ്പർലി എന്നുള്ളത്.